ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പ് ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കല്ലേ? ബിഗ് ബോസ് വീട്ടിലേക്ക് ഒന്ന് പോകാം. ഇന്നലെ കഴിഞ്ഞ ദിവസം 2 ദിവസമായിട്ട് എവിക്റ്റായി പോയവരെല്ലാവരെയും ബിഗ് ബോസ് ക്ഷണിച്ചിരിക്കുന്നു ഫൈനൽ പരിപാടിയിലേക്ക്, ബിഗ് ബോസിൻ്റെ 100 ദിവസത്തെ പരിപാടിയിലേക്ക്. അങ്ങനെ എല്ലാവരും ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട്. കയറുന്നവരെല്ലാവരും അകത്തിരുന്നപ്പോൾ എങ്ങനെയൊക്കെ പെരുമാറിയോ അത് തന്നെയാണ് പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോഴും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് എവിക്റ്റായി പോയവരെ വീണ്ടും ക്ഷണിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആണ്. ആ ക്ഷണം സ്വീകരിച്ച് വരുന്നവര് കണ്ടസ്റ്റൻ്റ് അല്ല, പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവർ മാത്രമാണവർ. അപ്പോൾ പോയതിന് ശേഷം വീണ്ടും വീണ്ടും അവരുടെ അകത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ട് ഇവരെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ പുറത്തിറങ്ങിയ ശേഷം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ അവരിപ്പോൾ അകത്ത് കയറിയ ശേഷം കാണിക്കുന്ന ഈ തെണ്ടിത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. കാര്യം വളരെ മോശമായിട്ട് രീതിയിലാണ് എല്ലാവരും അനുമോളോടും അനീഷിനോടും ഒക്കെ പെരുമാറുന്നത്. മുൻഷി രഞ്ജിത്ത് പരിപാടിയിൽ വന്നു 7ാമത്തെ ദിവസം വീട്ടിലേക്ക് പോയ ആളാണ്. അത്രയും മോശമായിരുന്നു. ഒരാഴ്ച കൊണ്ട് ആൾ എന്തിനു വന്നു എന്ന് പോലും ആൾക്കറിയില്ല. അതുകൊണ്ടാണല്ലോ 7ാമത്തെ ദിവസം എവിക്റ്റായിട്ട് പോയത്. അതൊക്കെ വെച്ച് നോക്കുമ്പം അതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരുന്നു രേണു. ഒന്നുമില്ലെങ്കിലും കുറച്ച് അവിടെ ഇവിടെ ഇരുന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കുറേ വിഷമങ്ങളൊക്കെ പറയുകയും കരയുകയും ഒക്കെ ചെയ്താണ് രേണു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനേക്കാൾ മോശമാണ് മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം ആ മുൻഷി എന്ന കഥയിലൂടെ ആണ് പുറത്തു വന്നത്. അദ്ദേഹത്തെ എല്ലാവരും അറിയാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വലിയ പേരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് വളരെ മോശം പരിപാടിയാണെന്ന് ഞാൻ പറയും. മുൻഷി മാത്രമല്ല എല്ലാവരും. മുൻഷി ഇന്നലെ വന്ന് കയറിയപ്പോൾ മുതലേ അനീഷിൻ്റെ അനുമോളുടെ പ്രണയം ചോദിച്ചിട്ട് വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അനീഷ് നല്ല മാന്തു കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. അത് ചൊറിയാനാണോ ഇവരെ അവിടേക്ക് വിളിച്ചത്? അല്ലല്ലോ. ഇവരതൊന്നും ഇപ്പോൾ അവിടെ ചോദിക്കേണ്ട കാര്യമില്ല. അനീഷിന് അനുമോളോട് ഇഷ്ടം തോന്നി. അത് വാഴത്തോപ്പിലൊന്നും പോയി പ്രണയിക്കാനൊന്നും അനീഷ് കാത്തിരുന്നിട്ടില്ല. അനീഷ് ഇഷ്ടം തുറന്നു പറഞ്ഞു. പെട്ടെന്നുള്ള അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അനുമോൾക്കെന്നാണ് അനുമോൾ പറയുന്നത്. ശരി, ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ കാര്യം തീരുമാനിക്കുന്നത്. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഇല്ല, ദിവസങ്ങളില്ല മാത്രമേ ഉള്ളൂ. ഒരു 4-5 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇവരെ എല്ലാവരെയും ക്ഷണം സ്വീകരിച്ച് വന്നവരാണ്. അപ്പോൾ അവരവിടെ വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. ഇപ്പോൾ ഇവരെല്ലാവരും പോയപ്പോൾ ബിഗ് ബോസിനകത്തുള്ള 8 പേരും നല്ല സന്തോഷമായിട്ട് പോകുകയായിരുന്നു. എല്ലാ കാര്യത്തിലും അകത്തുള്ളവരാരും തന്നെ അനീഷിനെയോ അനുമോളെയോ കുത്തി നോവിക്കാൻ വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ എവിക്റ്റായവരെ ക്ഷണം കൊട്ടി വന്നപ്പോൾ അവരിതേ അനീഷിനെയും അനുമോളെയും കുത്തുന്നു. നേരത്തെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജിത്ത് വന്നിട്ട് അനുമോളുടെ അടുത്ത് കുക്കിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നു. എടോ, താൻ പോയിട്ട് കുറേ ദിവസമായില്ലേ? തനിക്ക് ഇനി അവളുടെ കുക്കിങ്ങിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അന്വേഷിക്കേണ്ട ഒരു കാര്യവുമില്ല. താനും ഡിവോഴ്സായിട്ട് നിൽക്കുന്ന ആളാണല്ലോ. പിന്നെ താൻ എന്തിനാണ് അനീഷിനെയും അനുമോളെയും എല്ലാം ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നത്? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെ അടുപ്പിൻ്റെ മുൻപിൽ വന്ന് നിന്നിട്ട് കിച്ചണിൽ അവൾ പാചകം ചെയ്യുന്നു. അതായത് അവൾ ദോശ ഉണ്ടാക്കുന്നു, ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നു. ദോശ ഉണ്ടാക്കുമ്പോൾ അവിടെ നിന്ന് കുക്കിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നു. അനുമോൾ എവിടെ നിന്ന് പഠിച്ചായാലും എങ്ങനെ പഠിച്ചതായാലും അവളുടെ വീട്ടിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്. അവിടെ എന്ത് പരിപാടിക്ക് പോയാലും അവൾ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നതും. അപ്പോൾ അവരുടെ വീട്ടിലുണ്ടാക്കുന്നത് കണ്ട് പഠിച്ച് കാണുമായിരിക്കും. അതൊന്നും രഞ്ജിത്ത് ഇപ്പോൾ വന്നിട്ട് അവിടെ കണക്കെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും അവിടെ വന്ന് വെറുതെ ഒച്ചയും ബഹളവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരത്ത് അപ്പാനി വന്നപ്പോൾ പിന്നെ
അക്ബർ ഖാനാണ് ശരത്ത് പോയപ്പോഴുണ്ടായിരുന്ന ഒരുപാട് വിഷമം. എല്ലാവർക്കും വിഷമമുണ്ട്, എല്ലാവരേക്കാൾ ഇച്ചിരി കൂടുതലായിരുന്നു അക്ബർ ഖാൻ. ശരത്തിനെ കണ്ടപ്പോൾ അവൻ നന്നായിട്ട് വിഷമം അറിയിക്കുകയും അതേപോലെ തന്നെ നെവിൻ കൂടെ നിന്നതായിട്ട് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശൈത്യ വന്നിട്ട് നൂറ ആദിലേനെ കയ്യിലെടുത്തെന്ന് വെച്ചാൽ കൂടെ കൂട്ടി. അവര് ശൈത്യയെ കൂടെ കൂട്ടി. ഇപ്പോൾ അനുവിനെ കുറ്റം പറച്ചിലാണ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലടോ. ഈ 100 ദിവസം അവിടെ നിൽക്കാൻ പറ്റാതെ എല്ലാവരും ഓരോ ആഴ്ചയിലും എവിക്റ്റായി പോയവരാണ് മിക്കവരും. ഇവരെല്ലാവരെയും തിരിച്ചു വിളിച്ചപ്പം വീട്ടിലേക്ക് വന്നു നോക്കിയപ്പം ശാരികയും സരികയും ശരത്തപ്പാനിയും ശൈത്യയും പ്രവീണും എല്ലാവരും തന്നെ ഇവിടെ വന്ന് കയറിയതിപ്പോൾ ഇവരുടെ ലവ് സ്ട്രാറ്റജി പിടിക്കാനാണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരാളോട് ഇഷ്ടം തോന്നുന്നതും ആ ആളുടെ ഇഷ്ടം തുറന്നു പറയുന്നതും എവിടെയാണ് നിഷേധിച്ചത്? ഏതെങ്കിലും നിയമത്തിൽ അത് പറയുന്നുണ്ടോ? അങ്ങനെ പാടില്ല എന്ന് അങ്ങനെ ഒരു നിയമം പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാൻ വേണ്ടി പോയിരിക്കുന്നത്? ഇനി ബാക്കിയുള്ളവർ കൂടി ഇന്നും നാളെയുമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുകയാണ്. എല്ലാവരും കയറി കഴിയുമ്പോൾ അവിടെ എന്താകുമോ എന്തോ. എൻ്റെ അഭിപ്രായത്തിൽ അനീഷ് കപ്പടിക്കണം. കോമണറായി വന്നിട്ടുള്ള അനീഷ് ആരുടെയും സഹതാപമോ PR ഒന്നുമില്ലാതെ വന്ന ഒരു സാധാരണക്കാർക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സാധാരണക്കാർക്കും ഇതുപോലുള്ള നല്ല വലിയ പരിപാടികളിൽ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് അനീഷിനെ ഈ കപ്പ് കിട്ടാൻ യോഗ്യതയുള്ളത് അനീഷ് മാത്രമാണ്. അനീഷ് അവിടെ ഒരു കളവോ ചതിയോ ഒന്നും പറയാനോ ചെയ്യാനോ നിന്നിട്ടില്ല. അനീഷിനെ ചൊറിയാൻ ചെന്നവരെ അനീഷ് നന്നായിട്ട് മാന്തിയിട്ടുണ്ട്. അത് ശരിയാണ്. അതിപ്പോൾ ആരായാലും അങ്ങനെയാണ്. ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും. നമ്മളെ ആവശ്യത്തിനും അനാവശ്യത്തിനും ചൊറിയാൻ വന്നാൽ നമ്മൾ നല്ല മാന്ത് കൊടുക്കും. യാതൊരു സംശയവുമില്ല അതിൽ. പിന്നെ അനുമോള് കപ്പ് കിട്ടുന്നെങ്കിൽ അനുമോൾക്ക് കിട്ടട്ടെ. അനുമോളുടെ അച്ഛൻ്റെ ആഗ്രഹം അതാണ്, അനുമോൾ കപ്പുമായിട്ട് വരണമെന്നുള്ളത്. ഒരു പക്ഷേ കിട്ടുമായിരിക്കും. അനുമോളും അനീഷുമാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 മുൻതൂക്കം എന്ന് പറയാം. രണ്ടുപേരും മുകളിലും താഴെയുമായി. ഒരിക്കൽ അനീഷ് കയറുമ്പോൾ ഒരിക്കൽ അനുമോൾ താഴുന്നു. അനുമോൾ മുകളിൽ കയറുമ്പോൾ അനീഷ് എൻ്റെ ബോട്ട് നില താഴുന്നു. അങ്ങനെയാണ് നിൽക്കുന്നത്. രണ്ടുപേരും തമ്മിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ മത്സരം നടക്കുന്നത്. അത് അകത്തിരിക്കുന്ന അവർക്കറിയില്ല, നമ്മൾ കാണുന്നവർക്ക് അറിയാം. പിന്നെ ഈ ആദിലയെയും നൂറയെയും ഒക്കെ 100 ദിവസം വരെ എന്തിനാണ് നിർത്തിയത് എന്നുള്ളത് മനസ്സിലായില്ല. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എങ്കിൽ പോലും ഇതുവരെ നിന്നതിൻ്റെ പണം കിട്ടും, അത്ര തന്നെ. പിന്നെ നെവിനും അക്ബറും ആണുള്ളത്. നെവിനും അക്ബറും കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല. ഇവർ 6 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഷാനവാസിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഷാനവാസ് പോയിരുന്നു. ആരോഗ്യസ്ഥിതി അനുസരിച്ച് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസും എത്ര ദിവസം ഇനി ഉണ്ടാകുമെന്ന് അറിയില്ല. ഇനി മിഡ് വീക്ക് എവിക്ഷനിൽ ആരൊക്കെ വരുമെന്ന് നോക്കാം. നമുക്ക് കണ്ടറിയാം, കേട്ടറിയാം, എല്ലാം ഒക്കെയാണ്.